വെൽക്കം ടു പ്രോഫിറ്റ് വൺ ഇ ആർ പി. പ്രോഫിറ്റ് വൺ ഇ ആർ പിയിൽ ഒരു പർച്ചേസ് എൻട്രി എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അതിനായി ട്രാൻസാക്ഷൻ മെനു എടുക്കുക, അതിൽ പർച്ചേസ് എൻട്രി എടുക്കാം. നമുക്ക് ഷോർട്ട് കട്ട് മെനു വഴിയും പർച്ചേസ് എൻട്രി എടുക്കാവുന്നതാണ്. പർച്ചേസ് വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൽ ആദ്യം വെണ്ടറുടെ ഇൻവോയ്സ് നമ്പർ കൊടുക്കുക. അതിനുശേഷം പർച്ചേസ് എൻട്രി ഡേറ്റ്, ഇൻവോയ്സ് ഡേറ്റ് എന്നിവ കൊടുക്കുക. ഇനി നമുക്ക് പർച്ചേസ് ടൈപ്പ് സെലക്ട് ചെയ്യാം. പർച്ചേസ് ടൈപ്പിൽ പർച്ചേസ്, ഇൻഡർസ്റ്റേറ്റ്, അൺരജിസ്റ്റേർഡ്, ഇമ്പോർട്ട് അങ്ങനെ ടൈപ്പുകൾ വരുന്നുണ്ട്. അതിലേതാണോ നമുക്ക് ഈ പർച്ചേസിന് ആവശ്യം അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെണ്ടർ നെയിം സെലക്ട് ചെയ്യാവുന്നതാണ്. വെണ്ടർ നെയിം ലിസ്റ്റിൽ ഇല്ലെങ്കിൽ നമുക്ക് ഈ വിൻഡോയിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് വെണ്ടർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെണ്ടർ അക്കൗണ്ട് ക്രിയേഷൻ വിൻഡോ വരും. എസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രിയേഷൻ വിൻഡോ വരും. അതിൽ ആവശ്യമായ ഡീറ്റെയിൽസ് കൊടുത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വെണ്ടർ ക്രിയേറ്റ് ആയി. ഇനി ആ വെണ്ടറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരും. അതിനുശേഷം നമുക്ക് സെയിൽസ്മാൻ ഡീറ്റെയിൽസ്, ഏജന്റ് എന്നിവ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഐറ്റത്തിന്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഐറ്റത്തിന്റെ പേര് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന്റെ യൂണിറ്റ്, ക്വാണ്ടിറ്റി, പർച്ചേസ് റേറ്റ് എന്നിവ കൊടുക്കാം. പർച്ചേസ് റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തായിട്ട് വരുന്നത് അതിന്റെ MRP, സെല്ലിംഗ് റേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്ര ഡീറ്റെയിൽസ് കൊടുത്താൽ തന്നെ നമുക്ക് ടാക്സ്, ടോട്ടൽ എമൗണ്ട്, ബാക്കി ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതിൽ ഡിസ്കൗണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഐറ്റം പർച്ചേസിൽ ആഡായി. ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പ്രൊഡക്ട്സ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്നിവ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അതർ ചാർജ്, ലോഡിംഗ് എക്സ്പെൻസ്, വെഹിക്കിൾ റെന്റ്, റൗണ്ട് ഓഫ് എന്നിവ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ ബില്ലിന് അഗെയിൻസ്റ്റ് പേയ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ എമൗണ്ട് പെയ്ഡ് എന്നുള്ള കോളത്തിൽ എൻ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നരേഷൻ, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിനു ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ പർച്ചേസ് എൻട്രി സേവ് ആയി. നമ്മൾ സേവ് ചെയ്ത പർച്ചേസ് എൻട്രിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ആ എൻട്രി എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള മാറ്റങ്ങളെല്ലാം വരുത്തിയതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.